പാലാ സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവ വേദികൾക്ക് ബാബറി പാലസ്തീൻ മണിപ്പൂർ എന്നും പേര് നൽകിയ SFI നീക്കത്തെ തടഞ്ഞ് കോളേജ് അധികൃതർ. പേരുകൾ പ്രദർശിപ്പിച്ച ബോർഡുകൾ നീക്കം ചെയ്തു. യുവജനോത്സവ വേദികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജിലെ യുവജനോത്സവത്തിലെ വേദികൾക്ക് ബാബരി എന്നും പാലസ്തീൻ എന്നും മണിപ്പൂർ എന്നും പേര് നൽകുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് SFI പ്രചരിപ്പിച്ചത്. വേദികൾക്ക് മുന്നിൽ ഈ പേരുകൾ SFI പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കോളേജിന്റെ അനുമതിയില്ലാതെ വേദികളുടെ പേര് മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട കോളേജ് അധികൃതർ ഉടൻ തന്നെ ബോർഡുകൾ നീക്കം ചെയ്തു. യുവജനോത്സവ വേദികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ. കോളേജിൽ യാതൊരു കാരണവശാലും ആർക്കും വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പ്രിൻസിപ്പലിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ നോട്ടീസോ പ്രദർശിപ്പിക്കുവാൻ അനുമതിയില്ലാത്തതാണ്. ഇത് അനുമതിയില്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ചെയ്തത്. ഇതേ തുടർന്ന് പിന്നീട് ചില വാട്സപ്പ് പോസ്റ്റുകളിൽ നിന്നും മനസ്സിലായത് പ്രിൻസിപ്പലിന്റെ ഏകാധിപത്യപരമായ പരിപാടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുവെന്നാണ്. ഏതായാലും കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രതിഷേധവും നടന്നിട്ടില്ല. അത് അനുവദനീയവുമല്ല. കാരണം പാലാ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ്. കോളേജിന്റെ സമാധാനാന്തരീക്ഷത്തെയും അധ്യയനത്തെയും തകർക്കാനാണ് SFIയുടെ നീക്കമെന്നാണ് വിമർശനം. ക്രിസ്ത്യൻ മതപുരോഹിതന്മാരുടെ നാമകരണം ചെയ്തിരുന്ന വേദികൾക്ക് ഇത്തരം പേരുകൾ നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട്. ജനം, കോട്ടയം.